എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരാളെ മനസ്സിൽ വിചാരിച്ച് ഇതിലൊരു പക്ഷിയെ തിരഞ്ഞെടുത്താൽ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ധരിച്ചു വച്ചിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് മൈൻഡ് റീഡിംഗ് ടെക്നിക്കിൻ്റെ സഹായത്താൽ ഇവിടെ വ്യക്തമായി പറയുന്നതാണ്. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ ഈ തൊടുകുറി ശാസ്ത്രത്തിൽ നമ്മൾ 3 പക്ഷികളെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ച് വേണം ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുവാനായിട്ട്. ഇത് പറയാൻ കാരണം, നിങ്ങളുടെ മനസ്സിനുള്ളിലെ ഫീലിങ്സ് എന്താണോ ആ ഫീലിങ്സ് ആയിരിക്കും നിങ്ങളെ ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായിട്ട് ഇവിടെ നിന്നും, അതായത് ഈ തൊടുകുറി ശാസ്ത്രത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് കെയർലെസ് ആയിട്ട് ചുമ്മാ ഒന്ന് തൊട്ട് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് അലക്ഷ്യമായിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾ തിരഞ്ഞെടുത്താൽ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെന്നില്ല. ഇത് പറയാൻ കാരണം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചല്ല തൊട്ടത്, പകരം ഞാൻ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ള ആ ധാരണ കൊണ്ട് മാത്രം തൊട്ടതാണ്. ഇത് ഇവിടെ ഇപ്പോൾ വിസ്തരിച്ച് പറയാൻ കാരണം, മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആധുനിക ശാസ്ത്രമാണ്. ആ രീതി തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. പക്ഷേ ഇതിവിടെ പറയാതെ ഒന്നാമതായി പൊന്മാൻ തൊട്ട ആളുകൾക്കെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫലം പറഞ്ഞു തുടങ്ങിയാൽ കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് പറഞ്ഞതാണ്. ശരി. അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക. അങ്ങനെ മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ എളുപ്പമാണ്. ഇപ്രകാരം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം ആരെക്കുറിച്ചിട്ടാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് കണ്ണ് തുറന്ന് മനസ്സ് പറയുന്ന ഇതിലെ പക്ഷി ഏതോ, അതായത് നിങ്ങളുടെ മനസ്സ് ആകർഷിക്കുന്ന പക്ഷി ഇതിൽ 3 ഏതാണോ അതിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ശരി. അപ്പോൾ ഇതിലൊരെണ്ണം ചൂസ് ചെയ്യാനായി നിങ്ങൾ റെഡിയായി നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നു. ആരംഭിക്കാം. ആദ്യമായി ഇഷ്ട ദൈവത്തെ മനസ്സിൽ വിചാരിച്ച് മനസ്സ് ശാന്തമാക്കുക. അതിനുശേഷം കണ്ണുകളടച്ച് ഒരാളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കണ്ണുകൾ തുറന്ന് മനസ്സ് പറയുന്ന ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഡൺ. ഇത്രയും സമയത്തിനുള്ളിൽ നിങ്ങളൊരു പക്ഷിയെ തീർച്ചയായും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പക്ഷിയുടെ പേര് കമൻറ്റ് ബോക്സിൽ കുറിക്കണമെങ്കിൽ അങ്ങനെ കുറിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ തന്നെ വെച്ചാൽ മതി. ആദ്യമായിട്ട് പറയുന്നത് ഒന്നാമത്തെ ചിത്രം, അതായത് പൊന്മാൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ച വ്യക്തി ഒരു ശുദ്ധഗതിക്കാരനാണ്. ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഞാനും നന്നാവണം മറ്റുള്ളവരും നന്നാകണം എന്നുള്ള ചിന്താഗതി നിലനിർത്തുന്ന കൂട്ടത്തിലുള്ളതാണ്. ഈ വ്യക്തി നിങ്ങളുടെ സഹപ്രവർത്തകയോ അല്ലെങ്കിൽ സുഹൃത്തോ ആരുമാകാവുന്നതാണ്. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുമെങ്കിലും പിന്നീട് അയാൾ തന്നെ വിചാരിക്കും നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന്. അങ്ങനത്തെ ഒരു മനസ്സിനുടമയാണ് അയാൾ. അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടന്നു കിട്ടണമെന്ന് കുട്ടികളെപ്പോലെ ശാഠ്യം പിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം അയാൾക്കുണ്ട്. ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവവും പ്രകൃതവും വാക്കുകളും നിങ്ങളെ പലപ്പോഴായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. ചില വേളകളിൽ നിങ്ങൾ ഈ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ചെയ്തികൾ നിങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ മനസ്സിൽ നിങ്ങളൊരു ശത്രുവല്ല, പകരം മിത്രമാണ്. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അയാൾ പല പ്രാവശ്യം തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞപ്പോൾ അയാൾക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാതെയായിപ്പോയി. അതുപോലെ തന്നെ ഇയാൾ കുറച്ച് ദിവസം നല്ല രീതിയിൽ പോകും, എന്നാൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ അതിന് നേരെ വിപരീത സ്വഭാവമായിരിക്കും നിങ്ങളോട് കാണിക്കുക. ഇത് നിങ്ങളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട്, ദേഷ്യം പിടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളോട് പെരുമാറുന്നതെങ്കിലും അയാൾ പിന്നീട് ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ദുഃഖങ്ങൾ ആരോട് പറയാനാണ് എന്ന ധാരണയോടുകൂടി സങ്കടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയ്ക്കുടമയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമതായി പൊന്മാൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മൈൻഡ് റീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞതിൽ എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് നമ്മളെല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ്. ഇനി രണ്ടാമത് പറയുന്നത് തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി, അതായത് മനസ്സിൽ ചിന്തിച്ച വ്യക്തി, ആളൊരു പാവത്താനാണ്. ഈ വ്യക്തിയുടെ മനസ്സ് എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ,
എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, മറ്റുള്ളവർ സന്തോഷമായിരുന്നാൽ മാത്രം മതി എന്നുള്ള ചിന്താഗതിയുള്ള വ്യക്തിയാണ് ഇയാൾ. ഇത് നിങ്ങളുടെ കൂട്ടുകാരിയായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയായിരിക്കാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽപ്പെട്ട വ്യക്തിത്വവുമായിരിക്കാം. ആരായാലും ശരി, നിങ്ങളുടെ മനസ്സിലൂടെ ഞാൻ ആ വ്യക്തിയെ കാണുകയാണ്. നിങ്ങൾ അയാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അങ്ങനെ ഒരു ആത്മാർത്ഥത നിങ്ങളോട് കാണിക്കുന്നില്ല. എന്നു മാത്രവുമല്ല, അയാൾ മറ്റേതോ ലോകത്താണെന്ന പോലെയാണ് മിക്ക സമയങ്ങളിലും നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങൾ തന്നെ പല സമയത്തും ചിന്തിച്ചിട്ടുണ്ട്, ഈ ആൾ ഇത്രയും കെയർലെസ് ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണെന്ന് പല പ്രാവശ്യവും സംശയിച്ചു പോകേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. വാസ്തവത്തിൽ നിങ്ങളെക്കുറിച്ച് അയാൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അയാൾക്ക് നിങ്ങളെ ഒഴിവാക്കാനും സാധ്യമല്ല. കാരണം നിങ്ങളുടെ സ്വഭാവ മഹിമയിൽ അയാൾ വളരെ സംതൃപ്തിയുള്ള കൂട്ടത്തിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അയാളെക്കുറിച്ച് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിലും അയാളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് പല പല സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. ഇത് പറയാൻ കാരണം, അയാൾ നിങ്ങളോട് ചോദിക്കാൻ അയാളുടെ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടി അത് പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ നിങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്ന് ഓർത്ത് അയാൾ ആകെ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യാകുലത പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്കതിൽ പരാതിയില്ല. കാരണം ഈ വ്യക്തി ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആളാണെന്ന് നിങ്ങൾക്കറിയാം. അതുമാത്രവുമല്ല, മറ്റാരുടെ അടുത്തു നിന്നും ഒരു ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സഹായഹസ്തം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുമുണ്ട്. ഇനി ഇയാളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇയാൾ ഇതുവരെ പറഞ്ഞ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പരിപൂർണമായി സാധിച്ചു കിട്ടിയിട്ടില്ലെങ്കിലും ഇയാൾ ഒരു പാവമല്ലേ എന്നോർത്ത് നിങ്ങൾ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുമാത്രവുമല്ല, ഈ വ്യക്തിയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവ പ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമെങ്കിലും ഒരു കാര്യങ്ങളും നടത്തിയെടുക്കാനുള്ളൊരു പ്രാപ്തി അയാൾക്കില്ല എന്നതാണ് വാസ്തവം. എന്ന് മാത്രവുമല്ല, അയാൾക്ക് ഒരു കാര്യം നിശ്ചയമാണ്. അതായത് നിങ്ങളുടെ ആത്മാർത്ഥതയെ അംഗീകരിക്കാതിരുന്നത് വളരെയധികം മോശമായി പോയി എന്നുള്ള ഒരു പശ്ചാത്താപം അയാൾക്കുണ്ടായിട്ടുണ്ട്. ഇത്രയുമാണ് തത്തയെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് തൊടുകുറി ശാസ്ത്രപ്രകാരം പറയാനുള്ളത്. അടുത്തത് മൂന്നാമതായി പറയാൻ പോകുന്നത് ഉപ്പനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ മനസ്സ് ഏറിയ പങ്കും ക്രൂര സ്വഭാവമുള്ളതാണ്. ഇയാളുടെ മാനസികാവസ്ഥ ഒറ്റ വാക്കിൽ പറയാമോ എന്ന് ചോദിച്ചാൽ, ആര് ചത്താലും വേണ്ടില്ല, എനിക്ക് അടിയന്തരം ഉണ്ണണം എന്നുള്ള ആ ഒരു ചിന്താഗതി കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ഇയാൾ. അതായത് ഈ വ്യക്തിക്ക് അയാളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ മാത്രം നന്നായാൽ മതി എന്നുള്ള ഒരു കുടില ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഇയാൾ. അതുപോലെ തന്നെ ഒരു ദയയുമില്ലാത്ത പെരുമാറ്റം, പരുഷമായ വാക്കുകൾ സംസാരിക്കുക, ഇങ്ങനെയാണ് പൊതുവായിട്ടുള്ള ഈ വ്യക്തിയുടെ പ്രകൃതമായിട്ട് കാണുന്നത്. എന്നാൽ ആരെ വഞ്ചിച്ചും പണം നേടാനുള്ള ഒരു മിടുക്ക് ഈ വ്യക്തിയെപ്പോലെ മറ്റൊരാൾക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ വ്യക്തിക്ക് ഉള്ളിൽ ഭയമുണ്ടെങ്കിലും അത് നിങ്ങളോട് പുറത്ത് കാണിക്കാത്ത രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് വാസ്തവത്തിൽ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. മറ്റുള്ളവരെ പലതും പറഞ്ഞ് മയക്കി ചൂഷണം ചെയ്യുന്നത് പോലെ നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും വഴങ്ങുന്ന ടൈപ്പല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ഭക്ഷണത്തോട് താല്പര്യമുള്ള ഒരു സ്വഭാവ പ്രകൃതിയാണ് ഈ വ്യക്തിയുടേത്. വാസ്തവത്തിൽ ഇയാളോടൊപ്പമുള്ള സഹവാസം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, അത്യാവശ്യം സന്ദർഭങ്ങളിൽ നിങ്ങളോട് കടം ചോദിക്കാനും എന്നാൽ അത് തിരികെ തരാൻ കൂട്ടാക്കാത്ത ഒരു സ്വഭാവ പ്രകൃതമുള്ള വ്യക്തിയും കൂടിയാണ് ഇയാൾ. അതുപോലെ തന്നെ ഈ വ്യക്തി പരദൂഷണം പറയാൻ വളരെയധികം താല്പര്യമുള്ള കൂട്ടത്തിലാണ്. ഈ വ്യക്തിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ, സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കാതെ അന്യരുടെ പണം കൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കുകയും തത്സമയം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കാണിച്ച് അതിൽ ആനന്ദം കൊള്ളുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിയുടേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര താല്പര്യമില്ലെങ്കിലും എന്തെങ്കിലും ആകട്ടെ, ക്ഷമിച്ചേക്കാം എന്ന ധാരണയോടുകൂടി നിങ്ങൾ ഈ വ്യക്തിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധിച്ചിടപെട്ടില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നിങ്ങളെ ചൂഷണം ചെയ്യാനും മടിക്കാത്തൊരു വ്യക്തിയാണ് ഇവിടെ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഉപ്പനെ മനസ്സിൻ്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇപ്പോഴിവിടെ മൈൻഡ് റീഡിംഗ് തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾക്കറിയേണ്ട വ്യക്തിയുടെ മനസ്സ് അപ്രകാരമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു വച്ചിരിക്കുന്നതെന്നും ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്നും ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു.
ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.